ആ ഒരു കോഴി 5 കളറുണ്ടാവും. ഏത് കോഴിയാണ് 5 കളറുള്ള കോഴി? അപ്പൊ നമ്മളേ ഇന്ന് വൈകുന്നേരമായിട്ടോ, ഒന്ന് നമ്മുടെ വീട്ടിൽ രാത്രി വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പൊ രാത്രി വിരുന്നുകാർ വരുമ്പോ നമുക്ക് അടിപൊളിയാക്കണ്ടേ അല്ലേ? അതാ വിരുന്നുകാർ വരിക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കടയിലുള്ള കോഴികൾ വേഗം വേഗം കഴിയില്ല കേട്ടാ. മാങ്ങ മേരി ഇതൊന്ന് മാങ്ങ കറി ഉണ്ടാക്കണ്. മാങ്ങ മേരക്കെടുത്തിട്ട് കാണിക്കണം. മാമന്റെ അടുത്തില്ലേ കുളിക്കാൻ പറ. എടി ചപ്പാത്തി ഓർഡർ പറത്തിയത് മുണ്ട് കൂടെ എന്തായില്ല. ഇനി പറത്തൊന്നും വേണ്ട, ചുട്ടാ മതി. എന്താണ് പൊറോട്ട നീ കെട്ടിപ്പിടിക്കുമ്പോണ്ടോ? നീ ഉമ്മേരും നീ കടന്ന് പോടുന്നത് ഇതിനാണ് ഇപ്പൊ കെട്ടിപ്പിടിച്ച്. അപ്പോൾ നമ്മുടെ വീട്ടിലേ ഒരു വണ്ടി വന്നിക്കിടുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വീട്ടുകാർ വന്നിട്ടുണ്ട് ലേട്ടാ. അവിടെ ഉണ്ട് ചിക്കനാവട്ടെ, ചപ്പാത്തിക്ക് കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയുടെ ഷേപ്പൊക്കെ വ്യത്യാസമാണ്. കാരണം എന്താണെന്ന് പറയുക, എൻ്റെ അച്ചുട്ടി പരത്തി തന്നതാണ്. അതിനെന്താ നന്നായി എന്നല്ലേ അച്ചു എല്ലാം തികഞ്ഞോര് ആരള്ളു. ഇങ്ങനെ തന്നെ പഠിക്കേ. നമ്മുടെ കുട്ടി അത് ചെയ്യണില്ലേ? അതല്ലേ വേണ്ടത്. അല്ല പിന്നെ ചപ്പാത്തി ആ കോലത്തിലായില്ല, അത് മതി വെച്ചു. ഇത് കണ്ടോ, ചപ്പാത്തി ആയിട്ട് കഴിച്ചാ പോരെ. ഇനി ഇതൊരു കിണ്ണം വെച്ചിട്ട് പരത്തി കഴിഞ്ഞു, കിണ്ണം വെച്ച് കഴിഞ്ഞു അത് മതി. നമുക്കത് വെക്കാനില്ലല്ലോ. എന്റെ കുട്ടി അത് ചെയ്ത് ഏട്ടാ, എന്റെ കുട്ടി അത് ചെയ്തില്ലേ എന്നുള്ളൊരു സന്തോഷാണ് എനിക്ക്. അത് മനസ്സിലാക്കണം അച്ചു. നീ അമ്മൂനോട് പറഞ്ഞപ്പോ അമ്മ എന്താ അടുത്ത് വായിക്ക് പറയുന്നറിയോ? എനിക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാണ്ടേന്ന്. കുഞ്ഞിനെ എവിടെ? കുഞ്ഞിനാവത് അവിടെ പോയി വെക്കണോ? എന്തളിയോ ബോർഡിൽ എഴുതി തരും, അപ്പൊ അളിയൻ എഴുതണം. എന്തളിയോ ഇടയ്ക്ക് ഇറച്ചി ഒന്ന് ഇളക്കണ്ട് വരും. ഞാന് ചപ്പാത്തി ഉണ്ടാക്കട്ടെ. അനിയേട്ടനുള്ള പണി കേട്ടോ അത്. സുകന്യ കുട്ടീനെ പഠിപ്പിക്കല്ലേ? പിന്നെ എന്തളിയോ അവനെ പഠിപ്പിച്ചു കൊടുക്കും. അവന് ബോർഡിൽ എഴുതി കൊടുക്കത്തര, അത് നോക്കി എഴുതാത്തര. അതിനെ പാവം പഠിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല കുഞ്ഞുണ്ണി. അതിലെഴുതിയത് ഇങ്ങോട്ട് നോക്കിയത് എന്തിനാ ഈ പഠിക്കാൻ നിൽക്കണ്? നീ വളം പൊട്ടിച്ചോ? അപ്പോഴേ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കട്ടെ. വീട്ടിൽ നിന്നില്ലേ പൊന്നോ അമ്മയും ഏട്ടന്റെ കുട്ടിയൊക്കെ നമ്മള് വരികയാണ് പറഞ്ഞപ്പോ ചോറുണ്ടിരിക്കണു. ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാ ഏട്ടന് ചപ്പാത്തി വേണം കേട്ടോ. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഏട്ടന്റെ ഫോൺ ആരോ അടിച്ചും കൊണ്ടേയിരിക്കണു. അനിയേട്ടന്റെ അതിന് ഒരു കൊള്ളിയും കൂടി 2 ചിരട്ടയില് വരട്ടിയ പോലെ എടുക്കാൻ വിചാരിച്ചു. മോരുകൂട്ടാൻ വെച്ചിട്ടുണ്ടിരിക്കണു. പിന്നെ എന്താ അമ്മൊന്ന് പറയുന്നത്? ഇന്ന് എന്താ വൈകുന്നേരത്തെ അമ്മു ഒരു 4 മണി കഴിഞ്ഞപ്പോ പിന്നെ തുടങ്ങിയതാണ് കേട്ടോ പറഞ്ഞിട്ട്. എന്താണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചപ്പാത്തിയാ വേണ്ട, ചിക്കൻ ചോറാ വേണ്ട? ചിക്കനായി നമ്മള് ചാറായിട്ടല്ല കേട്ടോ വെച്ചിരിക്കണത്, ഇങ്ങനെ ഗ്രേവിയായിട്ടാ വെച്ചിരിക്കണത്. അപ്പൊ നമ്മുടെ പറഞ്ഞില്ലല്ലോ കുഴൽക്കിണറിന് നമ്മളിന്ന് കുറ്റി അടിച്ചിട്ട് പോയിട്ടോ. അപ്പൊ നമ്മുടെ ഈ സ്ഥലത്തില്ലേ, ഈ സ്ഥലത്ത് എവിടെയും വെള്ളത്തിന്റെ സാധ്യത ഇല്ല. ഫുൾ പാറയാണ്. അതും കൂടെ നമ്മുടെ ഈ ഒരു സ്ഥലേ ഇല്ല. നമ്മുടെ അവിടെ ഒരു പനല്ലേ, ആ പന നിൽക്കുന്നതിന്റെ തൊട്ട് താഴെ മാത്രമാണ്. അത് എത്രയോ 400 അടി 400 അടി കേട്ടോ. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലൊക്കെയെന്ന് പറഞ്ഞു വെച്ചാൽ എന്താ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ ആ കറങ്ങണ സാധനം എടുത്തിട്ട് ഇത് കൂടെ മൊത്തം നിറഞ്ഞു. ഇത് കൂടെ എന്നും വെള്ളത്തിന് 680 അടി. ഇവിടെ അന്ന് പണ്ട് മേലത്തെ വീടില്ലേ, അതിൽ ആശാരിമാർ ഇങ്ങനെ കറക്കണ സാധനമല്ലേ, അതുകൊണ്ട് കൊടുത്തിട്ട് അതിൽ വെള്ളമില്ല പറഞ്ഞു. അപ്പൊ നോക്കിയാൽ ആ തൊടിയിൽ തന്നെ മറ്റൊരു കഴിഞ്ഞപ്പോ അവിടെ വെള്ളം ഉണ്ടല്ലോ. അവിടെ
അത് പലരും ഇതില് അതങ്ങനത്തെ അത് നമ്മളാ കോളേജിന് നേരെ പഴയ വീടാണെങ്കിൽ ആ കോളേജിന്റെ അരികില് കൊടുക്കാൻ പറ്റും. എന്നിട്ട് താഴത്തെ വീടിന്റെ ഇതൊരു മെഷീനാണ്. മെഷീനിൽ സർവേ ചെയ്യുന്നതാണ്. ആ കിണറിൽ എന്താ വെള്ളം നിക്കണ് പറ്റിയിട്ടേ ഇല്ല കുട്ടി ഇതിങ്ങനത്തെ ചെയിൻ പിടിച്ച് ഇങ്ങനെ ആക്കില്ല. ഇതൊരു മെഷീൻ അങ്ങനത്തെ പരിപാടി ഇല്ല. ഇവിടെ നോക്കട്ടെ, അച്ഛൻ നോക്കട്ടെ. ഇവിടെ വാടാ, നോക്കട്ടെടാ. ചെക്കനാണ് നിന്റെ ചെക്കനല്ലേ? വിളിച്ചെടുത്ത് വരില്ലേക്ക് അറിയാം. എന്നെ പോലെ തന്നെ വിളിച്ചോടത്ത് വരില്ലല്ലോ. കണ്ടാ കണ്ടാ ചോറ്, മോരക്കറി, ചിക്കൻ അവിടെ പരന്ന് കിടക്കുന്നുണ്ട്. അത് വേറെ ചപ്പാത്തി, മീൻ വറുത്തത് കേട്ടോ, മീൻ വറുത്തത്, പിന്നെ മാങ്ങയിലിട്ടത്, ചുക്കട. നമ്മോ എല്ലാവരും വരുമല്ലേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വർത്താനം പറയാനൊന്നും സമയം കിട്ടുള്ളൂ അല്ലേ? എന്താ അല്ലെ അമ്മ ബാറ്ററി കെടുത്തിട്ടെന്ന് അറിയാം. അത് ബാറ്ററി നോക്കിയിട്ട് കാര്യമില്ല. ഒരു കണ്ണം 2 കണ്ണം 16 കണ്ണം മനുഷ്യൻ എങ്ങനെയുണ്ട് മമ്മി? ഓടക്കൊല്ലാണ് കഴുകാനും കേട്ടോ. എന്താ ചായ കൊടുത്തത്? നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, കാണിക്കണ്ടേ? വായോ വായോ. അരി അരച്ചിട്ടതാണ്ടോ? അരി അരച്ചിട്ട് ഞാനപ്പോൾ പോയി അങ്ങോട്ട് പോയല്ലോ കേട്ടതാ. നമ്മൾ നാളെ ഇഡ്ഡലിക്കുള്ള അരി അരച്ച് വെച്ചിട്ടുണ്ട്. എന്താ ഇനി ഇവിടേക്ക് ഒരു കാണിക്കട്ടെ. നമ്മുടെ വീട്ടിൽ കുറേ ദിവസമായി നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമല്ലേ നമ്മുടെ അമ്മി കിട്ടിയിട്ടോ. ഈ അമ്മി കണ്ടോ, ഭയങ്കര സന്തോഷമായില്ലമ്മ അമ്മി കിട്ടിയപ്പോ. നമുക്ക് എപ്പോഴും ഒരു വീട്ടില് അമ്മി ആവശ്യമാണ്. അത് ഞാനിവിടെ നിന്നോന്നേല്ലേ, ഞാൻ അവിടെ നിന്നാണ് അരച്ചത്. അരയ്ക്കും ചെയ്തു. അപ്പൊ അരച്ചു നോക്കിയേ, ഞാനും ഉരുട്ടി നോക്കി. അപ്പൊ ഇതാണ്ടോ നമ്മുടെ ഈ അമ്മി ഹൈറ്റ് ഭാഗല്ലേ, എത്ര വേണ്ട ഇടപ്പ് ഇങ്ങനെ ഇതാക്കിട്ടൊന്ന് ഇതായിട്ട് വേണം അരക്കണമെങ്കിൽ. അപ്പൊ എവിടെ അരക്കണത്? ഒരു കാര്യം അരക്കുക, അത് കഴിഞ്ഞ അവിടെ ആരത് അരക്കണ്? ഇപ്പൊ മിക്സിയിലിട്ട് കറക്കല്ലാതെ. ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ലുണ്ടോ? 3500 റുപ്യ എത്ര ആട്ടുകല്ല്? അതൊന്നും വേണം. എന്തെങ്കിലുമൊക്കെ അല്ലേ പഴയ ഒരു ഒലക്കുണ്ടോ? നല്ല കട്ടി വലുതാത്ത അല്ലേ പഴയ ഒരു ഒലക്കുണ്ടോ ചോദിച്ചിട്ട് അവരോടെ ഒലക്കുണ്ടാവും, അവരോടുണ്ടാവും. ചേട്ടനോടൊക്കെ പണ്ടവരൊക്കെ നെല്ലുള്ളവരല്ലേ. ഇന്നെന്താണെന്നറിയോ, വല്ലുണ്ടെങ്കിൽ ആട്ടിലിൽ ഇട്ടിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. ആര് ഈ 18 കൊല്ലം തല്ലിയില്ലല്ലോ നിങ്ങളെ. അങ്ങനെ തന്നെയുള്ള ഒരു മക്കളെ ഞാൻ പറ്റിട്ടില്ല. അത് അനിയേട്ടന്റെ സ്വഭാവം. അനിയേട്ടൻ പറയുകയാണ് കേട്ടോ. അച്ഛോ ഏട്ടാ, ഒലക്കയും കൂടെ തല്ലിയിട്ടതിന് നല്ല കുറവുണ്ട് അല്ലേ? ഞാൻ ശരിയാക്കി തരാം. ഒന്നും സങ്കടപ്പെടണ്ട. ഞങ്ങള് ഇവിടെ ഉണ്ടാക്കി ഇവിടെ കുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടേ ഇവിടെ നിന്നൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പൊ പറ്റി അച്ചു ഏട്ടന്റെ മകൻ അവൻ കാണുമ്പോഴേക്ക് ഓടി ഒളിക്കുകയാണ് കേട്ടോ വീഡിയോയ്ക്ക് വരുമ്പോ. അച്ചു അവിടുന്ന് ചോറ് കഴിച്ചിട്ട് ഇവിടെ വരേണ്ട കാര്യണ്ടോ? അപ്പൊ അവിടെ നിന്ന് കഴിക്കാൻ സ്ഥലമില്ലേ? നിങ്ങട് അവിടെ നിന്ന് തലക്കില് വരുന്നു. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാട്ടാ. കുളിക്കിച്ച് ചപ്പാത്തി കഴിക്കാൻ പറ്റാത്രേ. ചപ്പാത്തി കഴിക്കണ്ട.
അളിയൻ പറഞ്ഞു കട്ടിയില കഴിക്കണ്ട. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, നീ കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി അല്ലേ. അമ്മ ഇരിക്കും, ചോറുണ്ടാവും. ഞാൻ ഇതിനെ പോട്ടെ. അല്ലേ എൻ്റെ കുട്ടി അങ്ങനെയാണ് ചോറിന്. ഓ എൻ്റെ കല്യാണ ആൽബം എത്രയോ കാലം. അച്ചു അച്ചു എന്താ എത്ര കാലങ്ങളായില്ലേ. അത് കന്നഡ വെച്ചാലും കൂടി കാണില്ലാന്നില്ല അപ്പോഴേക്ക് ആരാന്നുള്ളത്. ഇല്ല ഇതാ ചോറ് വാടാ അമ്മ നീക്കി നിർത്തിക്കോ. അവന് കഴുകിയിട്ട് നോക്ക്, എരിവേ ഇല്ല. അത് കഴുകിയിട്ട് കഴിക്കുന്നത്. കുഞ്ഞിനെത്തിയപ്പോഴേക്ക് ഇരിക്കട്ടെ ഇരിക്കട്ടെ എല്ലാവരും ഇരിക്കും. എങ്ങണ്ട അച്ചു കല്യാണ ഫോട്ടോ ഒക്കെ ഗംഭീരായിട്ടില്ലേ? എരിവുണ്ടോ? എരിവുണ്ടോ? മോര് വേണമായിരുന്നോ വെറുതെ? വെറും മോര് വേണോ? ആ എന്താ വേണ്ട കുട്ടിക്ക്? ചപ്പാത്തിയോ ചോറോ വെള്ളം? വല്ലം കഴിക്കും. വല്ലം അന്നൊക്കെ എത്ര മാറ്റല്ലേ എല്ലാരും കാണുമ്പോ. ഈ തടിച്ച് അപ്പ തടിയിലാണ്ടല്ലേ ഇപ്പത്തെ കോലം. അപ്പത്തെ കോലം നോക്കി കമ്മോ നിന്റെ അത്ര ഉണ്ടായിരുന്നില്ല ഞാൻ. നമ്മുടെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കൂടി അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ. അമ്മയൊക്കെ പോയി. അമ്മ 10 മണി കഴിഞ്ഞു കേട്ടോ പോയപ്പോൾ. പിന്നെ നമ്മുടെ പണികൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ പണി? പാത്രങ്ങൾ എടുത്ത് വയ്ക്കുക, പാത്രങ്ങൾ കഴുകുക, ഇതൊക്കെ തന്നെയല്ലേ പണിയില്ലേ? അയ്യോ എന്തൊരു ചൂടാച്ചിട്ടാ. എല്ലാവരും കഴിക്കണവരെ നമ്മുടെ എല്ലാവരും പാടുള്ളപ്പോൾ ഒരു രസം കേട്ടോ. അവിടെ സുകന്യ അവിടെ കഴിക്കണേ. ഞാനപ്പോൾ ഇങ്ങോട്ട് ഏട്ടനും ഇവിടെ കഴിക്കാൻ കൊടുക്കണ്ടേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കഴിച്ചു അല്ലേ. സുകന്യ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചപ്പാത്തി എല്ലാ സംഭവം. ഇന്നത്തെ ചിക്കൻ നന്നായിട്ടില്ലേ? ഓ നന്നായിട്ടുണ്ട്. ഇന്ന് മല്ലിപ്പൊടി മുളക് പൊടി കമ്മിയാക്കിയിട്ട് കുരുമുളക് പൊടി കൂടുതലിട്ടിട്ട് വെച്ച്. എപ്പോഴും ഒരേപോലെ ചെയ്യുമ്പോൾ ശരിയല്ല. അമ്മൂനെ കിട്ടിയത് കഴുത്താണ് പറഞ്ഞിട്ട് അമ്മു ചിക്കനെ തൊട്ടില്ല. അമ്മൂന് കഴുത്ത് ഇഷ്ടമല്ല. വേറെ കഴിക്കണ്ടേ? കഴുത്ത് മാത്രമല്ല കൊണ്ടുവന്നത്, കോഴിക്ക് മുഴുവൻ കൊണ്ടുവന്നല്ലേ. അവൾക്ക് കിട്ടുമ്പോൾ കഴുത്ത് ചങ്ക് കിട്ടിയാൽ ഇഷ്ടമല്ല. എന്താ അപ്പോൾ പിന്നെ ഇറച്ചിയും കൂടി കഴിക്കില്ല കേട്ടോ. ഇന്നത്തോടെ വെള്ളം കഴിഞ്ഞു. പൈപ്പത്തെ ചെറുനീരിത്തെ വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് വിഷുവൊക്കെ ആവാറായില്ലേ? കുട്ടികളുടെ സ്കൂളും പൂട്ടി, വിഷു തിരക്ക്, വിഷു പർച്ചേസിങ് ഒക്കെ ഉണ്ടാവൂലേ? നമുക്ക് പിന്നെ വിഷുവിന് ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അത് ഓണത്തിന് പിന്നെ ഇപ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം അധികം ഇല്ലാത്തത് കൊണ്ട്, കുടുംബത്തിലില്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് അങ്ങനെ എടുത്തിട്ടില്ല അല്ലേട്ടാ. ഹൗസ് വാമിങ്. അപ്പോൾ അമ്മൂനും അച്ഛനും എടുത്ത സറാറ കണ്ടില്ലേ? അങ്ങനത്തെ ഡ്രസ്സ് സുകന്യയ്ക്ക് വേണം പറഞ്ഞിട്ട് കുറേ ഇട്ടോ സുകന്യ പറയണു. എടുത്തിയമ്മ നമുക്കെടുക്കല്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു നല്ല ഈ സാരി ഇല്ലേ, നമ്മുടെ പ്ലെയിൻ കളർ സാരി ഉണ്ടെങ്കിൽ ആ സാരിയും കൊണ്ട് നമുക്ക് അടുക്കി വെച്ചാൽ നല്ല കളറായിരിക്കും, ഫുള്ളായിരിക്കും അല്ലേ? ഒരു സാരി കൊണ്ട് പിന്നെന്താ? ഞാനപ്പോൾ പ്ലെയിൻ സാരി ഇന്ത്യയിലുണ്ട് കേട്ടോ. ആദ്യമൊരു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു മായാവി സിനിമയിലൊരു സാരി ഉണ്ടായിരുന്നില്ല, ഒരു പ്ലെയിൻ കളർ സാരികൾ, അങ്ങനത്തെ സാരി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞാൽ ആ സാരി എടുത്തിട്ട് നീ അടിച്ച് നോക്കി വെക്ക്. അവൾക്ക് അടിച്ച് കഴിഞ്ഞാൽ രസമുണ്ടെങ്കിൽ നമുക്ക് അടിക്കാമല്ലോ. ഏട്ടൻ കണ്ടിട്ടില്ലേ? അതൊരു റോസ് കളർ സാരി.
ആ ഒരു തുണിയുടെ മെറ്റീരിയലാണ് പെയിൻറ്റും അങ്ങനെ വരിക ചില ഇതാ. എന്തായാലും ഒരു സമാധാനം, ഒരു സമാധാനം. സമാധാനം എന്തേ കിണറ് ഒരു സാധനം കിട്ടിയല്ലോ. സത്യം കേട്ടോ. നമ്മുടെ ഇവിടെ എന്താ ചെയ്യുക? ഇവിടെ ഫുൾ പാറയിന്. പിന്നെ പാറ മാത്രമല്ല, നീരൊഴുക്കില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഞങ്ങൾ ഇന്ന് ഫുള്ളില്ലേ തറവാടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഈ അറ്റത്തൊക്കെ നോക്കിയിട്ട് എന്നാൽ നമുക്ക് എന്താ വെച്ചാൽ സതിയേട്ടനെ അവിടെ വീട് വയ്ക്കുന്നിടത്ത് അവിടെയും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും ഒരു രക്ഷയില്ല കേട്ടോ. വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് തന്നെ. നമ്മുടെ ഇവിടെ പാറയാണ്, ഇതാ തോന്നുന്നുണ്ട് ചേട്ടാ. ഞങ്ങൾ പേടിച്ച് വെള്ളം മാറിന്നിട്ട് ഞാൻ രാവിലെ എടുത്ത് വയ്ക്കും കേട്ടോ. വെള്ളത്തിൻ്റെ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യമല്ലേ? ഒരു കാര്യമില്ല. ശരിക്ക് ഞങ്ങൾ ഇപ്പം ഈ ഇത് കണ്ടോ, ഇങ്ങനെ ഇതായതും കൊണ്ട് എന്തോ ഒരു സുഖം കണ്ടോ, കമ്മിയായിട്ട് ഇങ്ങനെ വരും. ഇല്ലെങ്കിൽ എന്താ ഡയറക്റ്റാണ് പറഞ്ഞു വെച്ചാൽ തോനെ വെള്ളം വേണമല്ലേ? ഒരു ടാങ്ക് വെള്ളം കഴിയാൻ എന്താ വെച്ചാൽ കുട്ടികൾ നല്ലതിൽ കുട്ടിയോട് വെച്ചുകൊണ്ട് പാത്രങ്ങളിലൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ റെഡി ആയി. അത് നല്ലൊരു ഉപകാരമായി. അപ്പോഴോ എന്തോ ഫേസ്ബുക്ക് എന്തോ കാണുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെ ലിങ്ക് വരുമെന്ന് ഞാൻ നോക്കിയത്. ഇങ്ങനെ സംഭവത്തെക്കുറിച്ച് അറിയില്ല. ഇതിന് 250 രൂപയെ മറ്റേ ഉള്ളൂ. പക്ഷേ 250 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞ കാര്യമില്ല, നമുക്ക് അറിയണം കേട്ടോ. അത് ഇപ്പോൾ ചില കൂട്ടുകാർ പറയും നിങ്ങളിത് കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് ഇത് അറിയില്ലേ. നമ്മൾ കണ്ടിട്ടില്ല. നമ്മളപ്പോൾ നമുക്കിപ്പോൾ സിങ്കും സിങ്കിൽ കഴിക്കാൻ ടാപ്പൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നില്ല. നമ്മുടെ അമ്മി എങ്ങനെയുണ്ട്? ഇഷ്ടമായോ അമ്മി? നമുക്ക് അമ്മി കുത്തണ ഈ ഭഗവാന്റെ വിഗ്രഹങ്ങൾ കുത്തില്ലേ, അവരുടെ അടുത്തുനിന്നാണ് കേട്ടോ നമ്മൾ അമ്മി വാങ്ങിയത്. അത് എന്താ നല്ല നമുക്കിവിടെ സേതുസ്വാമി ഇന്നലെ വന്നപ്പോൾ സേതുവട്ടം ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അമ്മി വാങ്ങിയില്ലല്ലോ, അമ്മിത്തറ കെട്ടിയിട്ട് ചോദിച്ചപ്പോൾ ഇല്ല. അപ്പം ഇന്ന് ഞായറാഴ്ചയ്ക്ക് ഒഴിവുണ്ട്, പോവായിരുന്നു അല്ലേ ചോദിച്ചു. ഓ പിന്നെന്താ പോവാണ്ട് പറഞ്ഞു. അപ്പോൾ ഏട്ടനും എന്നാൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ. അല്ലെങ്കിൽ ഇന്ന് ഇപ്പോഴും കിട്ടില്ല. പക്ഷെ ഒരുപാട് വിലയൊന്നും ആയില്ല കേട്ടോ. അത് വെറുതെ വില ആവാതിരുന്നല്ല. അത് നമ്മുടെ വീടിൻ്റെ പരിപാടി നമ്മുടെ ഗണപതി ഹോമം കഴിച്ച ഹരിസ്വാമി ഹരിനമ്പൂരി വിളിച്ച് പറയണ്ട പറഞ്ഞുകൊണ്ട്. ശരി, തിരുമേനി അവർക്ക് ഒരുപാട് വർക്ക് കൊടുക്കുന്നത് പണികൾ അവർ ചെയ്യുന്ന കല്ലിൻ്റെ വിഗ്രഹത്തിൻ്റെ രൂപങ്ങളുടെയൊക്കെ പണികളൊക്കെ അവരാ ഗുരുസ്വാമിയുടെ തിരുമേൻ്റെ പൂവെന്ന് പറഞ്ഞിരുന്നു അത്ര നമ്മൾ പോകുന്നല്ല. അതിൻ്റെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ആള് വരുന്നുണ്ട് പറഞ്ഞു. അവർക്ക് വേണ്ട പോലെ കൊടുക്കാൻ പറഞ്ഞു. അന്നേരം തിരുമേനി വിളിച്ചു പറഞ്ഞിട്ട് അതുകൊണ്ട് റേറ്റ് കമ്മിയാക്കിയതാ. ഒരാളുടെ കൂലി പൈസ കൂടി ആയില്ല ഒന്നിട്ട്. സത്യം. ബാക്കിപ്പെടുന്ന് അങ്ങനെ കിട്ടില്ല. അതാ പരിചയത്തിൻ്റെ ഒറ്റ ഫോൺ കോളിൽ അല്ല, നമുക്കതും കൊണ്ട് ഒരു ഉപകാരമായി. തന്ത്രി ഇപ്പം നമ്മളെ പോലുള്ള ഒരാളെ കൊണ്ട് ഇതിപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ നിൽക്കും. നമുക്കതുകൊണ്ട് പക്ഷെ നല്ല അമ്മി കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഇത് ഉമിയും കൊണ്ടാണ് ഉമി അരച്ചിട്ട് അങ്ങനെ മയം വരുത്തുകയാണ് ചെയ്യുക. പക്ഷെ ഇപ്പം എവിടെ നിന്നാണ് ഉമിക്കരി അല്ല ഉമി അധികം ഇപ്പം എവിടെയും കിട്ടാനില്ല പറയാ. അപ്പോൾ ശരിയാണ്. നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രാവിലെ കാണുമ്പോൾ തന്നെ ഒരു വൃത്തി തോന്നും നമുക്ക് അല്ലേ. നാളെ മുതൽ നമുക്ക് വർക്കൗട്ടിന് പോകണം. കുറേ ദിവസമായി നമ്മൾ വർക്കൗട്ടിന് പോയിട്ട് 4-5 ദിവസമായിട്ടോ. ഇനി ഇത് കളയാറായി, ഇനി ഇത് വേണ്ട. ഇത്ര വരെ പരമാവധി ഉപയോഗിച്ചു. അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബാക്കിയുള്ള പണികൾ നോക്കട്ടെ കേട്ടോ. കുറേ നേരം ഇന്ന് അവർ വന്നപ്പോൾ നമ്മുടെ സമയം പോയില്ല കേട്ടോ. നല്ല നേരം വൈകി. ഇപ്പോൾ ഒരു 10:30 കഴിഞ്ഞിരുന്നു. ഇപ്പം എന്തായാലും അവർ അവിടെ എത്തിയാലേ കിടക്കാനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ദൂരം ഉണ്ടല്ലോ. അപ്പം അത് കാരണം നോക്കി നോക്ക്, പുളി ഉറുമ്പ് വന്നിരിക്കുന്നത്. ഇപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.